നമസ്കാരം. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ പുതിയ അപ്ഡേറ്റ് വീഡിയോ ആണിത്. ഔട്ടർ റിംഗ് റോഡ് NH 866 വേണ്ടി 314 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുവാനുള്ള പുതിയ വിജ്ഞാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. നേരത്തെ പ്രാഥമിക ഘട്ടത്തിൽ 3A നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അത് ഭൂമി ഏറ്റെടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയില്ല. അത് റദ്ദാകുകയും ചെയ്തു. ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ പുതിയ വിജ്ഞാപനം വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ടെൻഡർ വരെ എത്തിയ പദ്ധതിയാണ് സംസ്ഥാന സർക്കാരുമായുള്ള ആശയക്കുഴപ്പം കാരണം മുഴുവനും മരവിപ്പിച്ചത്. കേന്ദ്രം പുതിയ നിബന്ധനകൾ പ്രഖ്യാപിക്കുകയും അതെല്ലാം സംസ്ഥാനം അംഗീകരിച്ചതോടെയാണ് പദ്ധതി വീണ്ടും ജീവൻ വയ്ക്കുന്നത്. നേരത്തെ 24 വില്ലേജുകളിൽ നിന്നായി 295 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുവാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. പിന്നീടാണ് ഇതിൽ പുതിയ കൂട്ടിച്ചേർക്കലുകൾ വന്നിരിക്കുന്നത്. 8 പ്രധാന ജംഗ്ഷനുകൾ, വിഴിഞ്ഞത്ത് ഔട്ടർ റിംഗ് റോഡ് NH 66 കൂടിച്ചേരുന്നിടത്ത് ട്രംപറ്റ് ഇന്റർചേഞ്ച്, ഇതെല്ലാം കൂടി വരുന്നതിനാലാണ് കൂടുതൽ ഭൂമി ഇപ്പോൾ വേണ്ടിവരുന്നത്. അതോടെ മൊത്തം 295 ഹെക്ടറിൽ നിന്ന് 314 ഹെക്ടറായി ഭൂമിയുടെ വിസ്തൃതി മാറിയിട്ടുണ്ട്. അലൈൻമെന്റ് പ്രകാരം കല്ലിടുമ്പോൾ ഭൂമിയുടെ അളവിൽ നേരിയ വ്യത്യാസം ഉണ്ടാകുമെന്നും പറയുന്നു. നേരത്തെ ഏറ്റെടുക്കൽ ഘട്ടം വരെ എത്തിയ 100 ഹെക്ടർ ഭൂമി ഉണ്ടായിരുന്നു. അതും കൂടി ഇതിനോടൊപ്പം ചേരും. 1.5 വർഷം മുൻപ് 11 വില്ലേജുകളിലെ 100.872 ഹെക്ടർ ഭൂമിക്ക് 1956 ദേശീയപാത നിയമപ്രകാരമുള്ള അവസാന വിജ്ഞാപനമായ 3D നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരുന്നു. ഈ ഭൂമിയിലെ കെട്ടിടങ്ങളുടെ മൂല്യനിർണ്ണയം വീണ്ടും നടത്തുന്ന വേളയിലാണ് ഇപ്പോൾ ബാക്കി ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ സർവേ നമ്പറുകൾ ഉൾപ്പെടുത്തിയുള്ള പ്രാഥമിക വിജ്ഞാപനമായ 3A നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇനി സർവേ നടപടികൾ വീണ്ടും തുടങ്ങി അലൈൻമെന്റ് നിശ്ചയിക്കും. അതിനുശേഷം 3D നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച് ഭൂമി ഏറ്റെടുക്കലിലേക്ക് കടക്കും. ഇതോടെ പദ്ധതി 2025 കടക്കും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. 2025 മാർച്ചോടെ ഇതെല്ലാം പൂർത്തിയാക്കി ഏപ്രിലിൽ നിർമ്മാണം ആരംഭിക്കുവാൻ കഴിയുമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. 24 വില്ലേജുകളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുവാൻ കേന്ദ്രത്തിന്റെ വ്യവസ്ഥകൾ സംസ്ഥാനം ഒടുവിൽ അംഗീകരിച്ചിരിക്കുകയാണ്. നിർമ്മാണ വസ്തുക്കളുടെ GST ഇനത്തിൽ 210.63 കോടിയും റോയൽറ്റി ഇനത്തിൽ 10.87 കോടിയും സംസ്ഥാനം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1629.24 കോടിയുടെ ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കലിന്റെ 50% തുകയായ 930.41 കോടി സംസ്ഥാനം വഹിക്കും. ഈ തുക കിഫ്ബിയിൽ നിന്നും അനുവദിക്കും. സർവീസ് റോഡ് നിർമ്മാണത്തിന് 477.33 കോടിയും സംസ്ഥാനം വഹിക്കുകയാണ്. ഇതോടെ മാർച്ചിന് മുമ്പ് ഭൂമി വിട്ടു നൽകിയവർക്ക് പണം നൽകാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. ഇനി ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിനായുള്ള പുതിയ ടെൻഡർ ദേശീയപാത അതോറിറ്റി ക്ഷണിക്കും. വിഴിഞ്ഞം തേക്കട നാവായിക്കുളം എന്നിങ്ങനെ 2 റീച്ചുകളായി തിരിച്ചാണ് ടെൻഡർ ക്ഷണിക്കുന്നത്. റിംഗ് റോഡ് അടിയന്തരമായി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു യോഗം വിളിച്ചിരുന്നു. ദേശീയപാത അധികൃതർ, അദാനി ഗ്രൂപ്പ് പ്രതിനിധികൾ, മറ്റു പ്രധാന ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുവാനുള്ള തീരുമാനം ആയിട്ടുണ്ട്. ഇനി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ കണക്ക് സ്ക്രീനിൽ കാണിക്കുകയാണ്. അപ്പോൾ ഔട്ടർ റിംഗ് റോഡിൻ്റെ പുതിയ അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്.